ഹലോ, ഇന്ന് നേന്ത്രപ്പഴം വെച്ച് വൈകുന്നേരത്തെ ചായക്ക് ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ആദ്യം കുറച്ച് പശു നെയ്യ് ഇതിലേക്കാക്കാം. ഈ മുറിച്ചിട്ട പഴങ്ങളെല്ലാം രണ്ട് പഴവും ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം അണ്ടിപ്പരിപ്പ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഈ പഴം മുറിച്ചിട്ട പഴം ഇതിലേക്കിടാം. ഈ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതേപോലെ ആക്കി വെച്ചാൽ എന്തായാലും കുട്ടികൾ കഴിച്ചിരിക്കും. ഇപ്പോൾ സ്കൂൾ ടൈമല്ലേ, 4 മണിയാകുമ്പോഴേക്ക് കുട്ടികൾക്ക് എല്ലാണ്ട് വിശക്കും. അപ്പോൾ വീട്ടിൽ വന്നാൽ എന്തായാലും ഇത് കഴിക്കും. ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളാക്കി നോക്കണം. കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തിയായ ഫുഡാണിത്. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കും ഇഷ്ടപ്പെടും. പിന്നെ വേറൊരു കാര്യം, ഇതറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ അറിയാത്ത ചില ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ കാണിക്കുന്നത്. അതിന് അവിടുന്ന് ആവട്ടെ. ഇപ്പോൾ ഏകദേശം പഴമൊക്കെ റെഡി ആയിട്ടുണ്ട്. 2 വശവും ഞാൻ തിരിച്ചും മറിച്ചും ഇട്ടിട്ടുണ്ട്. എന്തായാലും കുട്ടികൾക്ക് ഇത് ഇഷ്ടമാവാതിരിക്കില്ല. ഒരു തവണയോളം ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയാണ് ഇടുന്നത്. ഇത് ഫ്രീസറിൽ വെച്ചത് കൊണ്ടാണ്, ചിരകിയിട്ട് ഫ്രീസറിൽ വെച്ചതുകൊണ്ട് ഇങ്ങനെ കട്ടാതെ ഇതിലേക്ക് ഇടുമ്പോൾ റെഡി ആയിക്കോളൂ. നല്ല പോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഞാൻ പഞ്ചസാരയൊന്നും ഇടുന്നില്ല. പഴത്തിന് നല്ല മധുരമുണ്ട്. പിന്നെ ആവശ്യമെങ്കിൽ കുറച്ച് തേൻ ഒഴിക്കാം. തേനില്ലാത്താക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇടാം. ഞാനിപ്പോൾ പഞ്ചസാര തേനും ഒന്നും ഒഴിക്കുന്നില്ല. ഇതേപോലെ റെഡിയാക്കി വെക്കുന്നതാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇപ്പം ഇതാ ഈ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം. ഇത്രയേ ഉള്ളൂ. ഓക്കേ, താങ്ക് യു.